ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 4ാം ക്ലാസ്സിലെ മക്കളുടെ മലയാളത്തിലെ 3ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള കാറ്റേ കടലേ എന്നതിലെ ഫസ്റ്റ് പാഠമാണ് കേട്ടോ. കാറ്റ് പറഞ്ഞത് എന്നൊരു കവിതാ ഭാഗവും അതിന്റെ തുടർ പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ചെയ്തു നോക്കുന്നത്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 4ാം ക്ലാസ്സിലെ വിഷയങ്ങളുടെ വീഡിയോസ് എല്ലാം STD4 ന്യൂ സിലബസ് എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അതിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പൊ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം നിങ്ങൾക്ക് നിർഭയ എന്നുള്ളൊരു കവിത തന്നിട്ടുണ്ട്. സുഗതകുമാരി എഴുതിയ കവിതയാണ്. ഒരു 4 വരി കവിത വായിച്ചു നോക്കൂ. മലയിടിച്ചു വരുന്ന യന്ത്രത്തിന്റെ വഴിയിൽ നിൽക്കുന്നു കൊച്ചു തുമ്പച്ചെടി, വഴിയിൽ നിൽപ്പൂ ചമഞ്ഞു തുമ്പച്ചെടി. എന്താ മക്കളെ കവിതയിൽ പറഞ്ഞിട്ടുള്ളത്? മലയിടിച്ചു വരുന്ന യന്ത്രത്തിന്റെ, മലയിടിക്കുന്ന യന്ത്രമാണ്. എന്താണ് ആ യന്ത്രം? നമ്മുടെ JCB ആണല്ലേ, JCB ആണ്. ആ യന്ത്രത്തിന്റെ വഴിയിൽ നിൽക്കുന്നു കൊച്ചു തുമ്പച്ചെടി. എങ്ങനെയാണ്? അപ്പൊ തുമ്പ വളർന്നു നിൽക്കുന്നുണ്ട്, മല ഇടിച്ചു വരികയാണ് JCB. ആ യന്ത്രം സമയത്ത് എന്തുണ്ട്? അതിന് മുന്നിലായിട്ട് തുമ്പച്ചെടി വളർന്നു നിൽക്കുന്നുണ്ട്. വഴിയിൽ നിൽപ്പൂ ചമഞ്ഞു തുമ്പച്ചെടി. ആ തുമ്പച്ചെടിക്ക് എന്ത് ഭംഗിയാണ്, ചമഞ്ഞു നിൽക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഭംഗിയോടെ ഒരുങ്ങി നിൽക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പ്രകൃതിയെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിന്റെ ഒരു ദൃശ്യമാണ് ഈ 3 വരികൾ നമുക്ക് കവയിത്രി കാണിച്ചിരിക്കുന്നത്. മാനത്തും താഴത്തും എന്നുള്ള ഭാഗമാണ് നമുക്ക് അതിലുള്ള ഒരു ഫസ്റ്റത്തെ പാഠമാണ് ഇത് കാറ്റ് പറഞ്ഞത്. മരങ്ങളും ചെടികളും പൂക്കളും സൂര്യനും കാറ്റും പുഴയും മനുഷ്യനും മറ്റു ജീവികളും ഒക്കെ ചേരുന്നതാണല്ലോ പ്രകൃതി. ഇങ്ങനെയൊക്കെയാണ് നാം പ്രകൃതിയെ അനുഭവിക്കാറുള്ളത്. കാറ്റു പറഞ്ഞത്: കണ്ണിൽ പെടാത്തൊരു കാറ്റേ, നിന്നെ കണ്ടുകിട്ടാൻ എന്തു മാർഗം. തൊട്ടടുത്തുണ്ടു ഞാൻ കുഞ്ഞേ, നിന്നെ തൊട്ടു തലോടുന്നുമുണ്ടേ. തൊട്ടിലാട്ടിയ കാലം തൊട്ടേ തൊട്ടറിഞ്ഞല്ലോ നീ എന്നെ, വീശുതരുന്നില്ലേ എന്നും നിന്നെ വീട്ടിനകത്തും പുറത്തും. ആലിനിലകളും മാവും മറ്റും ആടുമ്പോഴെന്നെ നീ കാണും, പീപ്പിയുമോടക്കുഴലും മറ്റും പാടുമ്പോഴെന്നെ നീ കേൾക്കും. ആഴിത്തിരകൾക്കുമീതെ ഞാനൊന്നാടിക്കളിച്ചതിൻ ശേഷം ഓടി നിൻ നാവിലേക്കുപ്പായി വന്നു കൂടുമ്പോഴെന്നെ രുചിക്കും. സന്ധ്യയ്ക്കു പൂക്കുന്ന പൂവിൽ നിന്നും ഗന്ധമായി ഞാൻ നിന്നിലെത്തും, കുഞ്ഞേ നിൻ ശ്വാസമായെന്നും കൂടെ കൊണ്ടു നടക്കും നീ എന്നെ. ഈ ജിനൻ എഴുതിയതാണ്. കുരുത്തോലക്കിളി എന്ന കവിതാ സമാഹാരത്തിൽ നിന്നുള്ളതാണ്. കവിതയിൽ എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കാം നമുക്കിനി. നോക്കൂ. കണ്ണിൽ പെടാത്തൊരു കാറ്റേ, നിന്നെ കണ്ടുകിട്ടാൻ എന്തു മാർഗം. ഒരു കുട്ടി ചോദിക്കുകയാണ്, കണ്ണിൽ പെടാത്തൊരു കാറ്റേ, നമുക്ക് കാറ്റിനെ കാണാൻ കഴിയോ മക്കളെ? ഇല്ല അല്ലേ? അപ്പൊ കണ്ണിൽ പെടാത്ത കാറ്റേ, നിന്നെ കാണാൻ എന്താണൊരു മാർഗം, നിന്നെ കാണാൻ എന്താണൊരു മാർഗം, എങ്ങനെയാണ് എനിക്ക് നിന്നെ കാണാൻ പറ്റുക എന്ന് കുട്ടി ചോദിക്കുകയാണ്. അതിന്റെ ഒരു സംശയം ചോദിക്കുകയാണ്. തൊട്ടടുത്തുണ്ട് ഞാൻ കുഞ്ഞെ, നിന്നെ തൊട്ടു തലോടുന്നുമുണ്ട്. അപ്പൊ കാറ്റ് എന്താ മറുപടി പറയുന്നത്? നിന്റെ തൊട്ടടുത്ത് തന്നെ ഞാനുണ്ട്, നിന്നെ തൊട്ടു തലോടുന്നുണ്ട്, നിന്നെ ഞാൻ തൊട്ടു തലോടി പോകുന്നുണ്ട് എന്ന് കാറ്റ് പറയാണ്. തൊട്ടിലാട്ടിയ കാലം തൊട്ടേ തൊട്ടറിഞ്ഞല്ലോ നീ എന്നെ. തൊട്ടിലാട്ടുന്ന സമയത്ത് നമുക്കറിയാല്ലേ കാറ്റുണ്ടായിരിക്കും. കാറ്റ് അന്നേ ഞാൻ നിന്നെ തൊട്ടു തലോടുന്നുണ്ടല്ലോ. വീശിത്തരുന്നില്ലേ ഇന്നും നിന്നെ വീട്ടിനകത്തും പുറത്തും. നിന്റെ വീട്ടിനകത്തും പുറത്തും ഒക്കെ നിനക്ക് കുളിര് തരുന്നില്ലേ ഞാൻ, വീശിയിട്ട് കുളിര് തരുന്നില്ലേ ഞാന്. ആലിനിലകളും മാവും മറ്റും ആടുമ്പോഴെന്നെ നീ കാണും. ആലിലകളും മാവും മറ്റു ചെടികളുടെ ഇലകളൊക്കെ ആടുമ്പോൾ എന്താണ്, എങ്ങനെയാണ് ആടുന്നത്? കാറ്റ് വീശുന്നത് കൊണ്ടാണ്, കാറ്റിന്റെ സഹായത്തോടെയാണല്ലേ ഇലകൾ ആടുന്നത്. പീപ്പിയും ഓടക്കുഴലും മറ്റും പാടുമ്പോഴെന്നെ നീ കേൾക്കും. അപ്പൊ പീപ്പിയും ഓടക്കുഴലൊക്കെ വായിക്കുന്ന സമയത്ത് അതിൽ നിന്ന് മനോഹരമായിട്ടുള്ള ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റുന്നത് കാറ്റിന്റെ സഹായത്തോടു കൂടിയിട്ടാണ്. കാറ്റ്, അതിൽ വായു ഉള്ളത് കൊണ്ടാണ് നമുക്ക് ആ ശബ്ദങ്ങൾ കേൾക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞിട്ടുള്ളത്, അതായത് തൊട്ടിലാട്ടുമ്പോഴും വീശി തരുന്നതും നമ്മളെ തൊട്ടു തലോടുന്നതും ആലികളും മാവിന്റെ ഇലകളൊക്കെ ആടുന്നതൊക്കെ നമുക്ക് അവിടെയൊക്കെ കാറ്റിനെ സ്പർശമായിട്ട് അല്ലെങ്കിൽ തൊടുന്ന രൂപേണയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ PPO ഓടക്കുഴലൊക്കെ വായിക്കുമ്പോൾ കേൾക്കുന്ന ശബ്ദം, അവിടെ നമുക്ക് ശബ്ദമായിട്ടാണ് അല്ലെങ്കിൽ കേൾവിയിലൂടെയാണ് നമുക്ക് കാറ്റിനെ അറിയാനായിട്ട് സാധിക്കുന്നത്. ആഴിത്തിരകൾക്കുമീതെ ഞാനൊന്ന് ആടിക്കളിച്ചതിന് ശേഷം. എങ്ങനെയാണ്? ആഴി എന്ന് പറഞ്ഞാൽ എന്താണ്? കടൽ അല്ലെ. കടലിന്റെ തിരകൾക്ക് മീതെ ഞാനൊന്ന് ആടിക്കളിച്ചതിന് ശേഷം, അതായത് കാറ്റ് കടലിന്റെ തിരകൾക്ക് മീതെ ഒന്ന് വീശിയതിന് ശേഷം ഓടി നിന്ന് നാവിലേക്ക് ഉപ്പായി വന്നു കൂടുമ്പോഴെന്നെ രുചിക്കും. എന്നിട്ട് ആ ഉപ്പ് കാറ്റ് നമ്മുടെ വായിലെത്തുമ്പോൾ നമുക്ക് എന്തായിരിക്കും? ഉപ്പ് രസമായിട്ട് തോന്നും. അപ്പൊ ഇവിടെ കാറ്റ് രുചിയായിട്ടാണ് നമ്മൾ കാറ്റിനെ അറിയുന്നത്. സന്ധ്യയ്ക്ക് പൂക്കുന്ന പൂവിൽ നിന്നും ഗന്ധമായി ഞാൻ നിന്നിലെത്തും. പൂക്കളുടെ ഗന്ധം നമ്മുടെ മൂക്കിലെത്തുന്നത്, നമുക്ക് സുഗന്ധം അനുഭവിക്കാൻ കഴിയുന്നതും എന്താണ്? കാറ്റിന്റെ സഹായത്തോടു കൂടിയിട്ടാണ്. കാറ്റില് സുഗന്ധം പാറി വരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഗന്ധമായാണ് കാറ്റിനെ നമ്മൾ അറിയുന്നത്.
കുഞ്ഞെ നിൻ ശ്വാസമായെന്നും കൂടെ കൊണ്ടു നടക്കും നീ എന്നെ. പിന്നെന്താ പറയുന്നത്? ഇതൊന്നുമല്ല, ഇതിനെല്ലാം പുറമെ പ്രധാനമായിട്ട് നിന്റെ ശ്വാസമായിട്ട് പോലും, നിന്നെ ജീവിക്കാൻ സഹായിക്കുന്ന ശ്വാസമായിട്ട് പോലും ഞാൻ മാറുന്നുണ്ട് എന്നാണ് കാറ്റ് പറയുന്നത്. ഇനി നമുക്കിതിലെ പ്രവർത്തനങ്ങൾ നോക്കാം. ചോദ്യം 1. തന്നെ കാണാനുള്ള എന്തെല്ലാം വഴികളാണ് കാറ്റ് നിർദ്ദേശിക്കുന്നത്? കാണാൻ കഴിയില്ലെങ്കിലും നമ്മുടെ അരികിലായി താനുണ്ട് എന്നാണ് കാറ്റ് പറയുന്നത്. തൊട്ടിലാട്ടുന്ന കാലം തൊട്ട് തലോടുന്നത് താനാണ് എന്നാണ് കാറ്റ് പറയുന്നത്. വീടിനകത്തും പുറത്തും വീശിത്തരാനും കാറ്റ് വരുന്നുണ്ട്. ആലിലകളും മാവിനിലകളും മറ്റും ആടുന്നതും കാറ്റിന്റെ സഹായത്തോടെയാണ്. ഇവിടെ കാറ്റ് സ്പർശമായാണ് വരുന്നത്. പീപ്പിയും ഓടക്കുഴലും വായിക്കുമ്പോൾ മനോഹരമായ ശബ്ദം വരുന്നതും കാറ്റിന്റെ സഹായത്തോടെയാണ്. വിശാലമായി പരന്നു കിടക്കുന്ന കടലിന് മുകളിൽ വീശുന്ന കാറ്റും ഉപ്പുരസമായി നമ്മുടെ നാവിൽ വന്നു തൊടുന്നു. ഇവിടെ കാറ്റ് രുചിയായാണ് വരുന്നത്. സന്ധ്യയ്ക്ക് പൂക്കുന്ന പൂവിൽ നിന്ന് ഗന്ധമായി കാറ്റ് നമ്മുടെ അരികിലെത്തുന്നു. തന്നെ കൊണ്ടു നടക്കുന്ന ജീവശ്വാസമായും താനുണ്ട് എന്നാണ് കാറ്റ് പറയുന്നത്. ചോദ്യം 2. ഞങ്ങൾ 5 എന്ന കവിത ടീച്ചർ ചൊല്ലി തന്നല്ലോ. കാറ്റ് പറഞ്ഞത് എന്ന കവിതയുമായി ഈ കവിത താരതമ്യം ചെയ്യൂ. ഇത് ക്ലാസ്സിൽ നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്ന പ്രവർത്തനമാണ്. നിങ്ങളുടെ ക്ലാസ് ടീച്ചർ നിങ്ങൾക്ക് ഞങ്ങൾ 5 എന്ന് പറയുന്ന കവിത ചൊല്ലിത്തരും. അതിനുശേഷം ഈ കവിതയുമായിട്ട് താരതമ്യം ചെയ്യാം. ചോദ്യം 3. അക്ഷരങ്ങളുടെ ആവർത്തനം കൊണ്ട് കൂടുതൽ ഭംഗി തോന്നുന്ന ഭാഗങ്ങൾ കവിതയിൽ നിന്ന് കണ്ടെത്തൂ. കണ്ണിൽ പെടാത്തൊരു കാറ്റെ നിന്നെ കണ്ടുകിട്ടാൻ എന്തു മാർഗം. ഇവിടെ ക എന്ന് പറയുന്ന അക്ഷരം എന്ത് ചെയ്യുന്നുണ്ട്? ആവർത്തിക്കുന്നുണ്ട്. തൊട്ടടുത്തുണ്ടു ഞാൻ കുഞ്ഞെ നിന്നെ തൊട്ടു തലോടുന്നുമുണ്ട്. ഇവിടെ ത എന്നീ 2 അക്ഷരങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. തൊട്ടിലാടിയ കാലം തൊട്ടേ തൊട്ടറിഞ്ഞല്ലോ നീ എന്നെ. ഇവിടെയും ത എന്നീ 2 അക്ഷരങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. സന്ധ്യയ്ക്ക് പൂക്കുന്ന പൂവിൽ നിന്നും ഗന്ധമായി ഞാൻ നിന്നിലെത്തും. ഈ വരികളിലെല്ലാം അക്ഷരങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. ഇതുപോലെ മറ്റു വരികളും ഇനിയും കവിതയിലുണ്ട്. അത് നിങ്ങൾക്ക് എഴുതാൻ കേട്ടോ. ചോദ്യം 4. കാറ്റു പറഞ്ഞത് എന്ന കവിത പരിചയപ്പെടുത്തുന്ന കുറിപ്പ് തയ്യാറാക്കുക. ഈ ചിഹ്നൻ എഴുതിയ കുരുത്തോല കിളി എന്ന കവിതാ സമാഹാരത്തിലെ മനോഹരമായൊരു കവിതാ ഭാഗമാണ് കാറ്റ് പറഞ്ഞത്. ഒരു കുട്ടിക്ക് കാറ്റിനെ കാണാത്തതിലുള്ള സംശയവും താൻ എങ്ങനെയൊക്കെ പ്രകൃതിയിലുണ്ട് എന്ന കാറ്റിന്റെ മറുപടിയുമാണ് ഈ കവിതയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാറ്റിനെ നേരിട്ട് കാണാൻ കഴിയില്ലെങ്കിലും അതിന്റെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാൻ പല മാർഗങ്ങളുണ്ട്. തൊട്ടിലാട്ടുമ്പോഴും വീശുമ്പോഴും കാറ്റിനെ തൊട്ടറിയാൻ നമുക്ക് സാധിക്കും. ആൽമരത്തിന്റെ ഇലകളും മാവിലകളും മറ്റും ആടുമ്പോൾ കാറ്റിന്റെ സാന്നിധ്യം നാം മനസ്സിലാക്കുന്നു. പീപ്പിയും ഓടക്കുഴലും ഊതുമ്പോൾ കാറ്റിന്റെ സഹായത്തോടെ ഉണ്ടാകുന്ന സംഗീതത്തിലൂടെ കാറ്റിനെ കേൾക്കാനും നമുക്ക് കഴിയുന്നു. കടലിലൂടെ വീശിവരുന്ന കാറ്റ് നാവിൽ ഉപ്പുരസമായി അനുഭവപ്പെടുമ്പോൾ രുചിയിലൂടെ നാം കാറ്റിനെ അറിയുന്നു. പൂക്കളുടെ സുഗന്ധത്തിലൂടെ ഗന്ധമായി കാറ്റിനെ നാം അറിയുന്നു. നമ്മുടെ ജീവശ്വാസമായി കാറ്റ് എപ്പോഴും നമ്മോടൊപ്പമുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. കാറ്റ് പറഞ്ഞത് എന്ന ഈ കവിത കുട്ടികൾക്ക് പ്രകൃതിയെ കൂടുതൽ മനസ്സിലാക്കുന്നതിനും അവർക്ക് ചുറ്റുമുള്ള ലോകത്തെ കൂടുതൽ നിരീക്ഷണ ബുദ്ധിയോടെ കാണുന്നതിനും സഹായിക്കുന്നു. ലളിതമായ ഭാഷയും മനോഹരമായ ഭാവനയും ഈ കവിതയെ കൂടുതൽ ആസ്വാദ്യകരമാക്കുന്നു. ചോദ്യം 5. കുട്ടി കാറ്റിനെ അനുഭവിക്കുന്നത് പോലെ നേരിട്ട് കാണാതെ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന മറ്റെന്തൊക്കെയുണ്ട്? സമയം, കാലം, സന്തോഷം, സങ്കടം, ചിന്തകൾ, മനസ്സ്, സ്നേഹം തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ലെങ്കിലും അനുഭവിച്ചറിയാൻ സാധിക്കുന്നവയാണ്. ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ മക്കളെ കാറ്റ് പറഞ്ഞത് എന്ന ഈ കവിതാഭാഗത്തിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ളത്. കവിതയുടെ ആശയവും അതുപോലെ അതിൽ ചെയ്തിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ നമ്മുടെ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ 4ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത്. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്